കൃപാസനത്തിൽ ഈ 2:5 യോഹന്നാൻ്റെ സുവിശേഷം 2:5 അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള വാക്ക് 2000 വർഷങ്ങളായിട്ട് ഇവിടെ വായിക്കപ്പെടുന്നതാണ് സുവിശേഷത്തിൽ. പക്ഷെ അതിനകത്തൊരു ഉടമ്പടി ഇരിപ്പുണ്ടെന്നുള്ളതാണ് കൃപാസനത്തിന് കിട്ടിയ പ്രത്യേക വെളിപാട്. അതിന് ശരിക്കും പേയ്മെൻ്റാണത്. അതെന്ത് പേയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ചെയ്തത് 2003 ഒരു വർഷം മുഴുവനും അഖണ്ഡ ജപമാല 1000 മണി ജപമാല 6 ദിവസത്തെ മഴയെന്നൊക്കെ പറഞ്ഞ പോലെ 6 ദിവസത്തെ കൊന്തമുണ്ടായിരുന്നു ഇവിടെ. രാത്രിയും പകലും ജപമാല ചെല്ലും. 1 മണിക്കൂർ പോലും 1 മിനിറ്റ് പോലും കളയാതെ രാത്രിയും പകലും തോരാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു. ഇവിടെ ഒരു കൂടാരമൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അകത്തിരുന്ന് ഓരോരോ ഗ്രൂപ്പുകൾ വന്ന് അണമുറിയാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു 2003. അത് ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് തുടങ്ങിയത്. പിറ്റേ കൊല്ലം ഒക്ടോബർ മാസത്തിലാണ് അത് തീരണത്. 2004 ആണ് ആ അണമുറിയാത്ത ജപമാല തീരണത്. അതിനുശേഷം 2004 ഒക്ടോബർ 25-ന് തീരുമ്പോൾ ഡിസംബർ ആയപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ടെങ്കിലും ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗ്രേയിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് ആ ദിവസങ്ങളിൽ ഇല്ലാതിരുന്നത്. എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയില്ല. തോന്നുന്നത് വെച്ചാൽ ആ പരുവക്കേടായിരുന്നു അന്നത്തെ കാലം. അതൊക്കെ ഇവിടെയൊക്കെ ഇത് തുടങ്ങി വരുന്നൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് സഭയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. ഇത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ വല്ല തരികിട പരിപാടിയും കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പം എനിക്ക് ആ വിഷയത്തിൽ വല്ല സസ്പെൻഷനൊക്കെ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് മിണ്ടാതെ അങ്ങനെ നടന്നു. ഈ ജനങ്ങളോട് പറഞ്ഞ് നമ്മൾ പ്രത്യക്ഷപ്പെട്ട കാര്യമെങ്കിലും പ്രചരിപ്പിച്ചില്ല. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് 2014 അവസാനമായപ്പോൾ സെപ്റ്റംബർ ആയപ്പോൾ വാടിപ്പെട്ടി പോയി. അവിടെ വെച്ചാണ് എനിക്കവിടെ കയറാൻ പറ്റാത്ത അമ്മയുടെ സന്നിധാനം, അവിടെയും മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ അവിടെ സന്നിധാനത്തിൽ കയറാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ വന്ന് ഞാൻ ഡൗണായിട്ട് അങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. വിജയകുമാറിനെ കൊണ്ട് ഞാൻ നേർച്ച ഇടിച്ചിട്ട് തിരിച്ചു പോന്നു. വിജയകുമാർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ അച്ഛൻ കയറാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടെ കയറാൻ അനുവാദമില്ലെന്ന് പറയണം അമ്മ. ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നീ അത് പൂത്തിവെച്ചിരിക്കുന്ന കാരണം നിനക്ക് മരണസമയത്ത് ഇതിന് ഉത്തിരിപ്പ് കടവുണ്ടാകുമെന്ന്. കാര്യം അതെനിക്ക് പേടിയായിപ്പോയി. ഈ പ്രത്യക്ഷീകരണം ഇവിടെ പ്രഖ്യാപിക്കേണ്ട കാരണം ഇത്രയും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതായത് എൻ്റെ മരണസമയത്ത് ദൈവം നടത്തിയ ഈ വലിയ കാര്യം ലോകത്തോട് പറയാതെ മരിച്ചാൽ
അത് ഒത്തിരി പ്രകടമാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മുമ്പും പുറകും നോക്കാതെ ഇവിടെ വന്ന് 2015 അമ്മയെ പ്രതിഷ്ഠിച്ച്. അന്ന് പ്രതിഷ്ഠിച്ച മാതാവാണ് അവിടെ ഇരിക്കുന്നത്. അതായത് കൃപാസന മാതാവല്ല, ലൂർദ് മാതാവിൻ്റെ രൂപമാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനൊരു രൂപം എനിക്ക് മനസ്സിലായില്ല, ഈ പൂർണ്ണ ലൈൻ അത് മോശമാണ്, ദൈവം വളരെ ശ്രദ്ധയോടുകൂടിയാണ് വിഷയം കൈകാര്യം ചെയ്യണതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ന്യൂട്രലായിട്ട് ആദ്യം ഒരു മാതാവ് 1987 എൻ്റെ മുറിയിൽ കൊണ്ടുവന്നായിരുന്നു. അന്ന് മുതലാണ് ഞാൻ മാതാവിലേക്ക് കുറച്ച് അടുത്തത്. ഞാൻ പ്രൈവറ്റ് പേഴ്സണൽ ജപമാലൊക്കെ ചെല്ലാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. ഞാൻ ഈ മാതാവിൻ്റെ രൂപം കൊണ്ട് ചമ്പക്കുളത്ത് കൊടുത്തും പറഞ്ഞ് ഞാനൊരു മാതാവിനെ കൃപാസനത്തിൽ കണ്ടായിരുന്നു. അത് സിൽവർ ഗ്രേ ആണ്, നടുക്ക് ക്രോക്കുണ്ടായിരുന്നു, 10-8 സൂചി കാണിച്ചിരുന്നു. എനിക്ക് ആ മാതാവിൻ്റെ രൂപം പോലെ അത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള രൂപം ഇതാണെന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തു. ചപ്പക്കുളത്ത് കൂടെ കൊടുത്തിട്ട് ഈ രൂപം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതൊരു അങ്ങനെ ഒന്നും ഒരു ശില്പിയോട് പറയാൻ പറ്റത്തില്ല, അച്ഛന് വട്ടാണെന്ന് തോന്നും. കാര്യം ഞാൻ മനസ്സിലുള്ള രൂപം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? എൻ്റെ മനസ്സിലുള്ള രൂപമേ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കൊരു മോഡൽ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്നെ അമ്മയിലേക്ക് നയിച്ചൊരു രൂപമുണ്ട്, അത് ഇത് കൊണ്ടുവന്നു. എൻ്റെ അത് മൊബൈൽ അതിൻ്റെ പടങ്ങളെല്ലാം എടുത്ത് എന്തൊരു മാതാവിൻ്റെ രൂപം ഉണ്ടാക്കി. 1 കൊല്ലം കൊണ്ടാണ് ഈ രൂപം ഉണ്ടാക്കിയത്. അപ്പോൾ ചമ്പക്കുളത്ത് ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ തെങ്ങിൻ ചവിട്ടി ഈ രൂപം ഇരിപ്പുണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വെയിലത്ത് വെച്ചതല്ലാതെ ആ ശില്പിയുടെ മുറി സ്ഥലമില്ലായിരുന്നു. അത് കാരണം അടുത്തടുത്ത് ഓർഡർ വന്നപ്പോൾ മാതാവിനൊരു പുറത്ത് വെച്ച്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വലിയ മാതാവല്ലേ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാനും തങ്കച്ചേനും സണ്ണിച്ചേട്ടനും കൂടി അവിടെ ചെല്ലുമ്പോൾ മാതാവിനൊക്കെ ഉണ്ട്. മാതാവ് ചെല്ലുമ്പോൾ തങ്കച്ചേട്ടൻ പറഞ്ഞ് ഇത് മാതാവാണെന്ന് എന്നോട് ചോദിച്ചു. കാര്യം അന്ന് വേറെ ലുക്കായിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന കൃപാസന മാതാവ് എൻ്റെ ലുക്കല്ലായിരുന്നു. ഇങ്ങനെ ഇത് ചോദിച്ചപ്പോൾ എനിക്കും തോന്നി, എനിക്കൊരു സംശയം തോന്നി, ഇതെന്ത് ഇങ്ങനെ ഇത് ചോദിച്ചല്ല, ഇങ്ങനെയല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ വെച്ചതിന് ശേഷം ഇതുപോലെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഈ പള്ളിയിലിരിക്കുകയാണ്. മാതാവിനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാനൊരു ദിവസം സന്ധ്യയ്ക്ക് ഇവിടെ വന്ന് സന്ധ്യയ്ക്ക് ഇടുന്നപ്പോൾ ഇവിടെയെല്ലാം ഇരുട്ടാണ്, മാതാവിൻ്റെ മുഖത്ത് മാത്രം ലൈറ്റ് കിടപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ മാതാവിലേക്ക് ഇങ്ങനെ കണ്ണ് ചിമ്മി അവിടെ നോക്കുമ്പോഴുണ്ട് അന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു കടുകിന് പോലും വ്യത്യാസമില്ലാത്ത അതേ മാതാവാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് പൂജ ജോർജ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരി 23-നാണ്. ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാനിവിടെ വരുന്നതും ഞാനും അവളും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ജർമ്മൻ എക്സാം 4 മൊഡ്യൂളാണ്. അതുപോലെ സീറ്റ് കിട്ടാനും ആ സമയത്ത് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായി ഞാനും അവളും ഇവിടെ വരികയും എനിക്ക് സീറ്റ് കിട്ടുന്നതിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോവുകയും ചെയ്തു. പോയി 3-ാം ദിവസമായപ്പോഴേക്കും എനിക്ക് അതുവരെ മെയിൽ വരാത്ത സീറ്റൊന്നും എനിക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. 3 ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് പോയതിന് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സീറ്റ് കിട്ടുകയും അതുപോലെ ഞാനിവിടെ വരികയും ഞാൻ എന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് ഉടമ്പടി എടുക്കാൻ മാതാവെന്ന് പറഞ്ഞിട്ടുമാണ് ഞാൻ പോയത്. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു. എനിക്ക് 2 മൊഡ്യൂൾ എഴുതിയതിൽ എനിക്ക് 1 മൊഡ്യൂൾ കിട്ടി. അങ്ങനെ ഒരു മൊഡ്യൂൾ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആദ്യം 1 മാസം ഞാൻ കൃത്യമായിട്ട് എല്ലാം പാലിച്ചിരുന്നു. പിന്നെ ആയപ്പോൾ ഞാനിങ്ങനെ ഉഴപ്പാൻ തുടങ്ങി. ഞാൻ ബൈബിൾ വായിക്കുന്നില്ല, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസരിക്കില്ല, ഒന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ മുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ എക്സാമൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. അതുപോലെ എക്സാമിന് പോകുമ്പോൾ ഉപ്പും തൈലവും കശുരൂപവും എല്ലാം കൂടെ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഞാൻ ജയിക്കത്തില്ല.
ജസ്റ്റ് മാർക്കിന് ഞാൻ തോറ്റുപോകും. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഉടമ്പടി തെറ്റിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് ഈ ജസ്റ്റ് മാർക്കിന് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ എനിക്ക് അതെന്തോ ഭയങ്കരമായിട്ട് സങ്കടമാകാൻ തുടങ്ങി, ജസ്റ്റ് മാർക്കിനൊക്കെ ഇത് പോകാൻ തുടങ്ങിയപ്പോൾ. അങ്ങനെ ഇവിടെ ഞാൻ വന്ന് ഓഗസ്റ്റ് 23 ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ ഉടമ്പടി ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ ഞാൻ കൃത്യമായിട്ട് ബൈബിൾ വായിക്കുകയും 2 ആഴ്ച കൂടുമ്പോൾ കറക്റ്റ് കുമ്പസരിക്കുകയായിരുന്നു. എന്ത് ചെയ്തില്ലെങ്കിലും ഞാൻ കറക്റ്റ് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസരിക്കുകയായിരുന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ എല്ലാവരെയും സഹായിക്കുകയും ഒക്കെ ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ജൂണിലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ചോദിക്കുമായിരുന്നു എൻ്റെ ഏജൻസിയുടെ അടുത്ത്. അപ്പോൾ അവർ പറയും വന്നിട്ടില്ല എന്നൊക്കെ പറയും. ഉടമ്പടി ഇവിടെ വന്ന് ഞാൻ പുതുക്കി, 23-ാം തീയതി ഞാൻ പുതുക്കി ഓഗസ്റ്റിൽ. 27-ാം തീയതി ആയപ്പോഴേക്കും ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് വന്നു. അങ്ങനെ എൻ്റെ മാതാവ് കൈവിട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തുടർന്ന് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ അടുത്ത ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവും ഞാൻ അങ്ങനെ പാസ്സായതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് എക്സാം എഴുതുന്നുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ എനിക്ക് ഒരു മൊഡ്യൂളും കൂടെ കിട്ടി. അങ്ങനെ എനിക്ക് 2 മൊഡ്യൂളാണ് നിലവിലുള്ളത്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ഡിസംബർ 7 അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസവും ഡിസംബർ 7. അപ്പം എനിക്ക് അതിൻ്റെ തലേ ദിവസമായിട്ട് എന്തെങ്കിലും VFS ഓഫീസിൽ പോയിട്ട് എനിക്ക് വിസ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. എനിക്കറിയാം അത് ഒരിക്കലും അത് പോസിബിൾ അല്ല, കാരണം എനിക്ക് 2 മൊഡ്യൂളേ ഉള്ളൂ, ഒന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാനത് ചോദിച്ചു. കറക്റ്റ് എൻ്റെ പിറന്നാളുടെ തലേ ദിവസമായിട്ട് എനിക്ക് VFS ഓഫീസിൽ പോകാനും പറ്റി. ഞാൻ VFS ഓഫീസിൽ പോവുകയും ചെയ്തു. കൂടെ അവിടെ പോയി ഞാൻ ഉപ്പ് വിതറുകയും ചെയ്തു. ഞാൻ എന്നിട്ട് മാതാവേ, എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഇഷ്ടം, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ജർമ്മനി പോകണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും പറഞ്ഞു എന്താ പറയുക 2 ആഴ്ചയ്ക്കുള്ളിൽ വിസയൊക്കെ വരും. പക്ഷേ എൻ്റെ വിസ മാത്രം വരുന്നതേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ഉടമ്പടി പിന്നെയും പുതുക്കേണ്ടതായിട്ട് വന്നു. പുതുക്കി പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്കൊരു വചനം തരുമോ? ആ വചനത്തിൽ എത്രയാണോ നമ്പർ വരുന്നത് ആ നമ്പർ ഞാൻ കണക്ക് കൂട്ടും, അന്നായിരിക്കും ഞാൻ പോകുന്നതെന്ന് ഞാൻ അങ്ങനെ മാതാവിനോട് ചോദിച്ചു. അങ്ങനെ എനിക്ക് 43 എന്ന് പറഞ്ഞൊരു സംഖ്യ എനിക്ക് കിട്ടിയത്. ഞാനപ്പോൾ ഡിസംബർ 3-ാം തീയതി ഇത് നോക്കുന്നത്. അങ്ങനെ അന്ന് തൊട്ട് ഞാൻ എണ്ണി നോക്കിയപ്പോൾ എനിക്ക് ജാനുവരി 14 വന്നത്. ജാനുവരി 14 അങ്ങനെയാണ് എനിക്ക് വന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ വിസയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എനിക്ക് ജാനുവരി 9 വരുന്നില്ല. എന്നിട്ട് ഞാൻ അമ്മയടുത്ത് പറയുന്നുണ്ട്, അമ്മേ എനിക്കിതുവരെ എത്തിയിട്ടില്ല. അമ്മ പറഞ്ഞ ദിവസം ജാനുവരി 14-ാം തീയതിയാണ്, ഇതുവരെ ഒന്നും എനിക്ക് എത്തിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് വിസ വന്നു പറഞ്ഞിട്ട് മെയിൽ വരികയും ഞാൻ 13-ാം തീയതി എൻ്റെ കയ്യിൽ കിട്ടുന്നത് 13-ാം തീയതിയാണ് വിസ കിട്ടുന്നത്. ഞാൻ പോയി നോക്കിയും വിസ അതിനകത്ത് ഉണ്ടായിരുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് വിസ അടിച്ച് കിട്ടി. അതുപോലെ അന്നേ ദിവസം ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതാവ് പറഞ്ഞ ദിവസം നാളെയാണ്, പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു ദിവസം നീട്ടി ചോദിക്കും, പക്ഷേ തലേ ദിവസം ആകുമ്പോഴേക്കും എൻ്റെ എല്ലാം നടത്തി തരും. അങ്ങനെയാണ്. അപ്പം ശരി, എനിക്ക് നാളെയാണ് പോകേണ്ട ഡേറ്റ്, പക്ഷേ എനിക്ക് ഇന്ന് വിസ തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചല്ലോ, ശരിയെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നു. കറക്റ്റ് ഒരു 3:45 ആയപ്പോഴേക്കും എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പൂജ നാളെ തന്നെ പോകണം, നാളെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇനി 3 മാസം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇതൊന്നും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ മാതാവിൻ്റെ കൃപയാൽ പൈസ പെട്ടെന്ന് ശരിയായി. അങ്ങനെ ഞാൻ 14-ാം തീയതി രാത്രി ജർമ്മനിക്ക് പോയി. 15-ാം തീയതി അവിടെ എത്തി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യുകയും പിന്നെ പത്രം ഞാൻ കൊടുക്കുന്ന സമയത്ത് ആരും എൻ്റെ അടുത്ത് മേടിക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം കേൾക്കുകയുണ്ടായി, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു എന്ന്.
അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണത്തിൻ്റെ കൂടെ തൈലവും കുറച്ച് എല്ലാ പത്രത്തിലും കുറച്ച് ഇങ്ങനെ തേച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാരെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാവരെയും സഹായിക്കുന്നുണ്ടായിരുന്നു. അമ്മ മാധവനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലായിരുന്നു. ഞാൻ തൊട്ടേനും പിടിച്ചതിനും അപ്പൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുമായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കുറേ പഠിച്ചു. അതുപോലെ പള്ളി പോകുന്നത് എനിക്ക് ഭയങ്കര മടിയായിട്ടൊരു കാര്യമായിരുന്നു. ഞാൻ ദിവസേന എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ പള്ളി പോവുകയും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയുടെ പ്രത്യക്ഷയുടെ തന്നെ സാക്ഷിയായി ഉയർത്തണമേന്നും. പിന്നെ അമ്മയുടെ അടയാളമായിട്ട് എനിക്ക് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നീലത്തിരിയിൽ ഒരു ചെറിയൊരു പൂ പോലെ അതിങ്ങനെ വന്നു. ഇതുപോലെ എനിക്ക് 2 വട്ടം മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. എല്ലാത്തിനും അമ്മ മാതാവിന് 1000 നന്ദി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനൂപ്, ഞാൻ കുമരകത്ത് നിന്ന് വരുന്നു. ഇത് എൻ്റെ ഭാര്യ സൗമ്യ, ഇത് എൻ്റെ മകൻ ആൽബി, ഇത് ആശ്ലീൻ. ഇത് എൻ്റെ ഒരു സുഹൃത്തു വഴിയാണ് ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങൾ അറിയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നകാലത്ത് ഞാൻ ഖത്തർ ജോലി ചെയ്യുമായിരുന്നു. അന്ന് എനിക്ക് സുഹൃത്ത് ഇതിൻ്റെ വാട്സപ്പിൽ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു ഇതിൻ്റെ പ്രാർത്ഥനയുടെ. അപ്പം ഞാൻ അവിടുന്ന് കടയിൽ നിന്ന് മെഴുകുതിരി വാങ്ങിച്ച് എൻ്റെ ഒരു വിശ്വാസത്തിന് പുറത്ത് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2022 ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ വന്നു, അത് ഉടമ്പടി ഇവിടെ വന്നു എടുത്തു. മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഒത്തിരി പറയാൻ വാക്കുകളില്ല. മെയിനായിട്ട് ഉള്ളത് എൻ്റെ വൈഫിനൊരു നല്ലൊരു ജോലി തന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ, ഞാൻ ആദ്യമേ ഖത്തറിലായിരുന്നു, അവൾ സൗദിയിലായിരുന്നു. പക്ഷേ കൊച്ച് വീട്ടിലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരുമിച്ച് ജീവിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട്, പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ജോലി തമ്പുരാൻ തന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒമാനിൽ പോയി. ഒമാനിലായിരുന്നു, മസ്കറ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, കാരണം അവളെ ജോലിക്ക് കയറി കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് പോകുന്ന സമയത്ത് കുറച്ച് പൈസ ബിസിനസ്സിന് വേണ്ടി ഞാൻ ഇറക്കി, കുറച്ച് പൈസ. പക്ഷെ ആ ബിസിനസ്സിന് വേണ്ടി ഇറക്കിയ പൈസ അതൊരു കടം കൊടുത്തിയാണ്. അപ്പം അത് എൻ്റെ ചെയ്യുന്നത് അത് പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹം അങ്ങനെ കളിപ്പിക്കുന്നൊരു ടീമാണെന്നറിഞ്ഞത്. 1 വർഷം ഞാൻ ആ പൈസയ്ക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ നടന്നു. ഒരു രക്ഷയില്ലാതെ പല പരിപാടിയും നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ അവസാനം ഇവിടുന്ന് പോകുമ്പോൾ ഓൺലൈനിൽ ഉടമ്പടി കൂടിയിട്ട് അതുവഴിയാണ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. എനിക്ക് കറക്റ്റ് 1 വർഷത്തിനടുത്ത് ആറായപ്പോൾ കോടതി ഞാൻ പോയി വക്കീലിനെ കണ്ടു. വക്കീൽ എന്നോട് പറഞ്ഞു, നിനക്ക് പ്രൂഫായിട്ട് നാട്ടിലെ പ്രൂഫാണ് ഉള്ളത്, അവിടുത്തെ ഒമാനിൽ ഒരു പ്രൂഫും ഇല്ല. അതുകൊണ്ട് അവൻ 9 വർഷമായിട്ട് നാട്ടിൽ പോയിട്ട് നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൂഫ് വേണം, ഇല്ലെങ്കിൽ അവൻ നാട്ടിൽ ചെല്ലണം. എനിക്ക് വേറെ ഒരു ഓപ്ഷനില്ല, മാതാവെ രക്ഷിക്കണേന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ വക്കീൽ എന്നോട് പറയും, നമുക്ക് അവനെ ചെന്ന് ഒരു ഉപഭോക്തൃ കോടതി എന്ന് പറഞ്ഞൊരു കോടതിയുണ്ട്, അവിടെ കൊണ്ട് അവനെ ഒപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് രേഖയുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച്, അപ്പം ഒപ്പിടേണ്ട ദിവസം വന്നു. അവനെ ഞാൻ മനസ്സ് മാറ്റി വന്നു. പല പരിപാടി നോക്കി അവൻ പിന്തിരിയാനായിട്ട് ഞാൻ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കുർബാന കൂടിയിട്ട് കാശുരൂപമായിട്ട് ഞാൻ പോയിട്ട് 2-3 പ്രാവശ്യം അവൻ പല പ്രാവശ്യമായിട്ട് അവൻ വരാതിരിക്കാനായിട്ട് ഒപ്പിട്ട് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാന്നറിയത്തില്ല, അത് അത്ഭുതം എന്ന് പറയട്ടെ, മാതാവ് അവനെ കൊണ്ട് വന്ന് ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ട് എനിക്ക് പൈസ ഇത്രയും തന്നു, അത് ഒപ്പിട്ട് തന്നു, അതിന് പ്രൂഫായി. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് ഒരിക്കലും. അപ്പം ആൾക്കാരെല്ലാവരോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ സംഭവം, ഇതിൻ്റെ ഒരിക്കലും ഒപ്പിടാത്തവരെങ്ങനെ വന്ന് ഒപ്പിട്ടു? ഞാൻ പറഞ്ഞു, മാതാവിന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഞാൻ ഉടമ്പടിയിലാണ്. അവിടെ ഒരു നിസ്വ കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മ വെച്ച് ഞാൻ കൂട്ടായ്മയുള്ള ആൾക്കാരോട് എല്ലാം ഞാൻ പറയും. അപ്പം അങ്ങനെ മാതാവിനെ
അങ്ങനെ ഒത്തിരി അനുഗ്രഹിച്ച്. അതുപോലെ തന്നെ എൻ്റെ ഈ മോളുണ്ടായത് രണ്ടാമത്തെ കൊച്ച് അബോർഷനായിപ്പോയി. അപ്പം അതേ അടുത്ത വർഷം അതേ മാസം തന്നെ 8 നോമ്പ് കഴിഞ്ഞതിൻ്റെ ആയതിൽ തന്നെ മാതാവ് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ പ്രഗ്നൻ്റായി. അതുപോലെ തന്നെ തൈലം പൂശി പ്രാർത്ഥിച്ച് അവസാനം പ്രസവിക്കുന്ന സമയത്തൊക്കെ, അപ്പം പോകുന്ന സമയത്തൊക്കെ ഡോക്ടർമാർ പറഞ്ഞു വെയിറ്റ് കുറവാണ്, കൊച്ചിന് വെയിറ്റ് കുറവാണ്, ഇച്ചിരി ഇതാണ് കോംപ്ലിക്കേഷൻ പോലെയാണെന്ന് പറഞ്ഞു. പക്ഷേ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ തൈലം പൂശി കൊച്ചിനെ വയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിച്ചു. തമ്പുരാൻ എനിക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ തന്നു. അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്, ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നു പറഞ്ഞാൽ, ഞാൻ ഇത് ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് കിട്ടിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യരോട് ഞാൻ ഇപ്പം നമ്മളിപ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെടുവാണേലും ദേഷ്യം ഒരു മനുഷ്യരോട് ദേഷ്യപ്പെടത്തില്ല. അതായത് ഞാൻ വിചാരിക്കുക അന്നൊന്നുകൊണ്ട് ആഹാരം നിങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ നമ്മൾ തെറ്റുകൾ ക്ഷമിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മളോട് തമ്പുരാൻ ക്ഷമിക്കുന്നത്. ആ ഒരു ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കൂടെ ഈ മാതാവ് നിൽക്കുന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത്, അച്ഛൻ പറയുന്ന പോലെ ജവമാല റാലി ഭയങ്കര ഒരു അസറ്റ് തന്നെ ഇതിവിടെ. ജവമാല റാലി ഞാൻ ഇവിടെ ജവമാല റാലി ഫസ്റ്റ് പ്രാവശ്യം കൂടി, പിന്നെ 2 വർഷം ഞാൻ ഒമാനിലായിരുന്നു. ആ സമയത്ത് ഇവിടെ ജവമാല റാലി നടക്കുമ്പോൾ ഞാൻ അവിടെ 21 കിലോമീറ്റർ ഒരാളുമില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് വെള്ളവും കുടിക്കത്തില്ല, ഭക്ഷണമൊന്നും കഴിക്കാതെ ഞാൻ കൊന്ത എടുത്തുകൊണ്ട് ഞാൻ അവിടെ മരുഭൂമിയിൽ റോഡിൽ കൂടെ ഇപ്പോൾ 2 വർഷം ഞാൻ നടത്തി. അതിൻ്റെ ഒരു പവർ ഒന്ന് തന്നെ. പല പ്രശ്നങ്ങളുള്ള ഘട്ടങ്ങളിലും ആ ഒരു ജവമാല റാലി നമുക്കെന്നും കൂട്ടാം. അത് പക്ക ഉറപ്പുള്ള കാര്യം. അത് പറഞ്ഞ് അന്നുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ 4-ാം തീയതി തിരിച്ച് പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് ഞാൻ അവിടെ പോവും, ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ. അപ്പം ദൈവവും ഒത്തിരി മാതാവും ദൈവവും ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ തമ്പുരാൻ എല്ലാത്തിനും ഒത്തിരി നന്ദി. അതുപോലെ ഞാൻ എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ ഓൺലൈനും അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടി ഞാൻ ഡെയിലി കുർബാന കൂടും. 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും. എല്ലാവരും പറയും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാൻ ബുദ്ധിമുട്ടാവുന്നില്ല. ശരിക്കും പറ്റുന്ന രീതിയിൽ ബൈബിൾ വായിച്ച് ദൈവത്തിനോട് കൂടുതൽ അടുത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യും. കാരുണ്യപ്രവൃത്തികൾ പറ്റുന്നവർക്കൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായം ഞാൻ ചെയ്യും. പിന്നെ അതുപോലെ ഇവിടുത്തെ പത്രം വാങ്ങിച്ചിട്ട് അവിടെ ഞാൻ ഷെയർ ചെയ്യും. അങ്ങനെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി, 1000 നന്ദി ഞാൻ മാതാവിനും ഈശോയ്ക്കും പറയുന്നു.